വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ 50K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. നമ്മളെ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനൊക്കെ ഒരുപാട് താങ്ക്സ് കേട്ടോ. അപ്പോൾ ഇന്ന് മുതൽ നമ്മുടെ വീഡിയോസിലും ചെറിയൊരു ചേഞ്ചസ് ഉണ്ട്. ഒരു 2-3 കണ്ടൻറ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. കുക്കിംഗ്, അതുപോലെ ക്ലീനിങ്, ഗാർഡനിങ്, ഫാമിംഗ്, അങ്ങനെ വെറൈറ്റി കണ്ടൻറ്റുകളായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഇന്ന് കാണിക്കുന്നത് ക്ലീനിങ് ടിപ്സാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ അടുക്കളയിൽ നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്ന 2-3 ഐറ്റംസ് വെച്ചിട്ട് നല്ലൊരു ക്ലീനിങ് സൊല്യൂഷൻ എളുപ്പത്തിൽ എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പൊടിയുപ്പ്, 1 ടേബിൾ സ്പൂൺ അപ്പ സോഡ, ഇനി വേണ്ടത് 2-3 ടേബിൾ സ്പൂൺ വിനിഗറാണ്. നമ്മൾ ഈ ക്ലീനിങ്ങിനൊക്കെ ലോക്കൽ വിനിഗർ വാങ്ങിച്ചാൽ മതി. ഇതിന് വലിയ റേറ്റൊന്നുമില്ല. നമ്മൾ ഒരുപാട് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഐറ്റംസൊന്നും വെച്ചിട്ട് നമ്മൾ ക്ലീനിങ് സൊല്യൂഷനൊന്നും ഉണ്ടാക്കി നമ്മൾ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിവിടെ ഒരു കിച്ചണിലെ സിങ്കാണ് കേട്ടോ ഫസ്റ്റ് ക്ലീൻ ചെയ്ത് കാണിക്കുന്നത്. അത്യാവശ്യം നല്ല അഴുക്കുണ്ട് ഈ ഒരു സിങ്കിൽ. ഇത് നമ്മൾ പാത്രങ്ങളൊന്നും കഴുകാനും ഉപയോഗിക്കാത്തൊരു സിങ്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വെജിറ്റബിൾസ് കഴുകാനും മറ്റുള്ള ഐറ്റംസിനൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ എപ്പോഴും സോപ്പ് വെച്ചിട്ടൊന്നും നമ്മളിത് ക്ലീൻ ചെയ്യാറില്ല. അതുകൊണ്ടാണ് ഇതിന് ഇത്രയും അഴുക്കായി കിടക്കുന്നത്. വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന നല്ലൊരു ക്ലീനിങ് സൊല്യൂഷൻ വെച്ചിട്ട് നമ്മുടെ സിങ്കിൻ്റെ ആ ഒരു മഞ്ഞക്കറയും അഴുക്കൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. അതുപോലെ നമ്മളെ ഈ ഒരു കിച്ചണിലെ ക്യാബിനറ്റൊക്കെ തുറന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കുറേ ബോട്ടിൽസ് ഇതുപോലെ കാലിയായി കിടക്കുന്നുണ്ടാവും അല്ലേ. എല്ലാം ഒരുമിച്ച് തീർന്നിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ വെക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴാണോ ബോട്ടിൽസ് കാലിയാവുന്നത് അപ്പോൾ എത്ര കുറവാണെങ്കിലും അത് അപ്പോൾ തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് തന്നെയാണ് ഇതെല്ലാം ക്ലീൻ ചെയ്യുന്നത്. ഇതുപോലത്തെ ഒരു ബോട്ടിലിൻ്റെ ഒരു അടപ്പിൽ ചില അടപ്പുകളിലൊക്കെ അതുപോലെ ഒരു തുരുമ്പിൻ്റെ കറ ഉണ്ടാവും. അതൊക്കെ പെട്ടെന്ന് പോയി പുതിയതുപോലെ ആവാൻ ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി കേട്ടോ. കണ്ടോ എത്ര പെട്ടെന്നാണ് പോയത്. അതുപോലെ നിറം മങ്ങിയിട്ടുള്ള സ്റ്റീൽ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ നല്ലതാണ് ഈ ഒരു സൊല്യൂഷൻ. അപ്പോൾ എല്ലാവരും റെഡിയാക്കുമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ. ഇനി അടുത്തത് നമുക്കൊരു കുക്കിംഗ് ടിപ്സ് കാണാം. ടിപ്സും ഒരു കുക്കിംഗ് വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു സെക്ഷനാണ് കേട്ടോ അടുത്തത്. നമ്മൾ വെളുത്തുള്ളി തൊലികള എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടാണല്ലേ. അപ്പോൾ ഈ വെളുത്തുള്ളീൻ്റെ ഒരു സെൻറ്റർ ഭാഗത്ത് ഒരു കത്തി വെച്ചിട്ടൊന്ന് പൊളിച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് അതിൻ്റെ തൊലി വേർപ്പെടുത്തി എടുക്കാൻ പറ്റും. ഞാൻ എളുപ്പത്തിൽ എങ്ങനെ ഒരു സാമ്പാർ ഉണ്ടാക്കിയെടുക്കാമെന്ന് കാണിച്ചു തരാം. ഇവിടെ കുറച്ച് സാമ്പാർ പരിപ്പ് നേരത്തെ കഴുകി കുക്കറിൽ വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ചെറിയുള്ളി, വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു. ഇനി ആ ഒരു പൗഡർ ചേർത്തത് കായത്തിൻ്റെ പൊടിയല്ല, ഞാനിവിടെ ചുക്കുപൊടിയാണ് കേട്ടോ ചേർത്തത്. അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അത് വേവാൻ വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. കുറച്ച് മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂണ്, ഇനി 2 ടേബിൾ സ്പൂണോളം സാമ്പാർ പൗഡർ ചേർത്തിട്ടുണ്ട്. ഇത് ഹോം മെയ്ഡായിട്ട് ഉള്ള സാമ്പാർ പൗഡറാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല കുറുക്കത്തോടു കൂടി നമുക്ക് സാമ്പാർ കിട്ടും ഈ ഒരു സാമ്പാർ പൗഡർ ചേർത്ത് നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ. ഞാനിവിടെ തലേ ദിവസം തന്നെ ഇതുപോലെ കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്തൊന്ന് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ രാവിലെ തന്നെ നമുക്ക് ഇതുപോലെ സാമ്പാർ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. വളരെ കുറച്ച് വെജിറ്റബിൾസ് മാത്രമാണ് ഞാൻ ഇതിലോട്ട് ചേർത്തിട്ടുള്ളത്. വെജിറ്റബിൾസിൻ്റെ അളവും ആ ഒരു കണക്കൊക്കെ നിങ്ങളെ കയ്യിലുള്ളതിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. സാമ്പാർ ഉണ്ടാക്കാൻ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായിരിക്കും. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ്. അപ്പോൾ 2-3 വിസിൽ വന്നു. അപ്പോൾ നമ്മുടെ ആ ഒരു ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മളെ പരിപ്പൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഈ ഒരു 2-3 മിനിറ്റ് സോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു ഓയിലിലുള്ള ഈ ഒരു പൊടിയിൽ ഈ ഒരു വെജിറ്റബിൾസ് സോട്ട് ചെയ്ത് നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഇരിക്കും തോറും ടേസ്റ്റ് കൂടുന്ന നല്ലൊരു സാമ്പാറാണ് കേട്ടോ അത്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണേ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ കുറച്ച് ഉപ്പേ ചേർക്കുന്നുള്ളൂ. ഇനി വീണ്ടും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി കുക്കർ അടച്ചു കൊടുത്തു. ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് കുക്ക് ചെയ്യുന്നത്. വിസിൽ വരുന്നതിൻ്റെ തൊട്ട് മുൻപ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു.
ഈ ബാക്കിയുള്ള എയറൊക്കെ ഞാനൊന്ന് കളയാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു സാമ്പാറിൻ്റെ ആ ഒരു പീസസ് അത്യാവശ്യം നന്നായി വെന്തിട്ടുണ്ട്. കുറച്ച് ഉപ്പിൻ്റെ കുറവുള്ള കാരണം ഞാൻ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് നമുക്കൊരു ചെറിയൊരു നാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളി ഒന്ന് സോക്ക് ചെയ്തിട്ടൊന്ന് പിഴിഞ്ഞെടുത്തതാണ്, അത് ഒഴിച്ചു കൊടുക്കണം. ഈ പുളിയുടെ ആ ഒരു ടേസ്റ്റ് ഈ ഒരു വെജിറ്റബിൾസിൽ നന്നായി പിടിക്കണം. അത് വരുന്ന തിളപ്പിച്ചെടുക്കുക. അവസാനമായിട്ട് ഞാനിതിലോട്ട് ഒരു 1/2 സ്പൂൺ ശർക്കര പൊടിച്ചതും കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാണ്. നമ്മൾ ശർക്കര പൊടിച്ചത് ചേർക്കുമ്പോൾ ടേസ്റ്റ് ഒന്നുകൂടി കൂടും. ഇനി ഇത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക്, അല്പം ഉലുവ, വറ്റൽമുളക്, അതുപോലെ കറിവേപ്പില എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് താളിച്ച് ഈ ഒരു സാമ്പാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ തലേ ദിവസം തന്നെ വെജിറ്റബിൾസ് ഇതുപോലെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഇതുപോലെ സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം. പരിപ്പും വെള്ളത്തിൽ നേരത്തെ ഇട്ട് വെക്കാൻ ശ്രദ്ധിക്കുക. ഇന്നിവിടെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി ആയിരുന്നു ഉണ്ടാക്കിയത്. അപ്പോൾ ഇഡ്ഡലിക്കൊരു സൂപ്പർ കോമ്പിനേഷൻ തന്നെയാണ് ഈ ഒരു സാമ്പാർ. നമുക്ക് രാവിലെ ഇഡ്ഡലിയുടെ കൂടെ സൈഡ് ഡിഷായിട്ടും എടുക്കാം, ലഞ്ചിന് നല്ലൊരു കറിയായിട്ടും നമുക്ക് ഈ ഒരു സാമ്പാർ ഉപയോഗിക്കാം. അത്രയും സ്വാദാണിത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ എളുപ്പത്തിൽ സാമ്പാർ റെഡിയാക്കാൻ അറിയാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ടേസ്റ്റിലൊരു കോംപ്രമൈസും ഇല്ല കേട്ടോ, അത്രയും ടേസ്റ്റിയാണ്. ഇഡ്ഡലിയുടെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെ നല്ല പൂ പോലുള്ള ഇഡ്ഡലി കിട്ടാമെന്നുള്ള ടിപ്സും ട്രിക്സും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടു നോക്കണേ. രാവിലെ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഇതുപോലെ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ ബ്രേക്ക്ഫാസ്റ്റിന് കൊടുക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിരിക്കും. ഡൈജഷൻ്റെ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ഇതുപോലെ ഇഡ്ഡലിയും സാമ്പാറൊക്കെ രാവിലെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി അടുത്ത് നമുക്കൊരു സ്റ്റോറിങ് ടിപ്സ് ആണ്. ഞാനിന്നിവിടെ ഗരം മസാല ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. അതിനൊരു 3 ടേബിൾ സ്പൂൺ പച്ചമല്ലി, 3 ടേബിൾ സ്പൂൺ വലിയ ജീരകം, 2 ജാതിക്ക, ജാതിപത്രി ഒരു 1.5 ടേബിൾ സ്പൂണ്, അല്പം ഒരു 1/4 സ്പൂൺ ചെറിയ ജീരകം, 1/4 സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10-12 തക്കോല എടുത്തിട്ടുണ്ട്. ഗ്രാമ്പു ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഒരു 2.5 ടേബിൾ സ്പൂണോളം ഏലക്ക എടുത്തിട്ടുണ്ട്. ഒരു പിടി കറുവപ്പട്ട എടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണ് കുരുമുളക് എടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കരിഞ്ഞു പോവാതെ നന്നായിട്ടൊന്ന് ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ച് ഇനി ഇത് ഈ ഒരു കറുവപ്പട്ടയ്ക്ക് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ചെറുതായിട്ട്. ഇനി മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് പൊടിച്ച് കൊണ്ടുവരാം. ഒട്ടും ചൂടുണ്ടാവാൻ പാടില്ല. അതുമാത്രമല്ല നമ്മൾ മിക്സിയും ചൂടാവാത്ത രീതിയിൽ നിർത്തി വേണം ഇത് പൊടിച്ചെടുക്കാൻ. നല്ല ഫ്ലേവറായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗരം മസാലയാണ്. എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ചു വെച്ചാൽ എത്ര വർഷമാണെങ്കിലും നമുക്ക് പുറത്ത് വെച്ച് തന്നെ സൂക്ഷിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 3 ഐറ്റംസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് കാണിച്ച ആ ഒരു ക്ലീനിങ് ടിപ്സൊക്കെ എല്ലാവരും ചെയ്ത് നോക്കുക. അടുത്തൊരു കിടിലൻ വീഡിയോയുമായി കാണാം. താങ്ക്